പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു കേന്ദ്ര സർക്കാർ ജോലിയൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് തന്നെ കിടക്കാം. അതിനു മുന്നേ ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾക്കും ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻസിനും വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ ഇതിൽ ജോലി വരുന്നത് നമ്മുടെ ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലേക്കാണ് കേട്ടോ. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലേക്കാണ് ഇതിൻ്റെ ജോലി വരുന്നത്. ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇതിനകത്ത് കാണാൻ കഴിയും ഒരുപാട് വേക്കൻസികൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് ആദ്യം വരുന്നതെന്ന് പറയുന്നത് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞിട്ടൊരു ജോലിയാണ് ആദ്യം വരുന്നത്. അക്കൗണ്ടന്റിന്റെ പേ സ്കെയിൽ ഉണ്ടല്ലോ 28,000 മുതൽ 1,15,000 വരെ വരുന്ന പേ സ്കെയിലാണ്. ക്വാളിഫിക്കേഷൻസ് ആയിട്ട് വരുന്നത് M.Com ഒക്കെയാണ്. M.Com അക്കൗണ്ടൻസി 5 വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേണം, അല്ലെങ്കിൽ B.Com വിത്ത് 7 ഇയർ എക്സ്പീരിയൻസ് വേണം. 23 വേക്കൻസികളാണ് ഇതിനകത്ത് ഉള്ളത്. അതുപോലെ തന്നെ രണ്ടാമത് വരുന്ന ജൂനിയർ അസിസ്റ്റന്റിന്റെ വേക്കൻസി വരുന്നുണ്ട്. ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഡിഗ്രിയാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ MS Word MS Excel ഒക്കെ യൂസ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. ടൈപ്പിംഗ് സ്പീഡ് 40 വേർഡ് പെർ മിനിറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. 25 വേക്കൻസി നമ്മുടെ ജൂനിയർ അസിസ്റ്റന്റിനും വരുന്നുണ്ട്. ഓക്കെ, പേ സ്കെയിൽ 21,000 മുതൽ 86,000 ആണ് വരുന്നത്. അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്പെക്ടർ വരുന്നുണ്ട്. 21 മുതൽ 86,000 വരെ വരുന്ന പേ സ്കെയിലാണ്. 12th ക്വാളിഫിക്കേഷൻ ആണ്. 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടാവണം. ഈ പറയുന്ന റോ മെറ്റീരിയൽസ് നമ്മുടെ ജ്യൂട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം. അതുപോലെ തന്നെ 42 വേക്കൻസികളാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഏജ് അല്ലെങ്കിൽ അതിൻ്റെ ഏജ് റിലാക്സേഷൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതിനകത്ത് ജനറലിന് 30 വയസ്സ് വരെയാണ്, OBC 33 SC ST 35, PWD ആണെങ്കിൽ 40, PWD SC ആണെങ്കിൽ 45, PWD OBC ആണെങ്കിൽ 43, എക്സ് സർവീസ് മാൻ ആണെങ്കിൽ ഗവൺമെന്റ് ഗൈഡ് ലൈൻസ് അനുസരിച്ച് അവർക്ക് ഏജ് റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള പോസ്റ്റുകൾ എന്ന് പറയുന്നത് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് അഡീഷണൽ അക്കൗണ്ടന്റ്, അതുപോലെ തന്നെ ജൂനിയർ അസിസ്റ്റന്റ് വന്നിട്ടുണ്ട്, ജൂനിയർ ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട് കേട്ടോ. ജൂനിയർ ഇൻസ്പെക്ടറും ഇത്രയും വേക്കൻസികളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ലിങ്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നതാണ് അതിന്റെ ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിങ്കിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ഇതിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യുക. അവസരങ്ങൾ പാഴാക്കി കളയരുത്. ഓരോ അവസരവും ഇത് തന്നെയാണ്, വിലപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള ലിങ്ക് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ബോക്സിലും അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലും ഒക്കെ പിൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയും ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.